ചെറിയ ലാഭത്തിന് വേണ്ടി സ്പൺ ഫിൽറ്റർ കഴുകി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, നാച്ചുറൽ ഡോപ്സ് അക്വ ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ, ദ വാട്ടർ എക്സ്പെർട്ട്. വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവർക്കറിയാം, ഒരു കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ സർവീസ് ആവശ്യമാണ്, അതിൻ്റെ ഫിൽറ്റർ ചേഞ്ചിങ് ആവശ്യമാണെന്ന് അറിയാം. പലരും ചെയ്യാറുണ്ട്, ഒരുപാട് പേര് ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് ആളുകളുണ്ട് പഴയ സ്പണ്ണിനെ തന്നെ കഴുകി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കഴുകി ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സമയത്ത് ഈ കാണുന്ന പോലെ ഉണ്ടാവും. കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷം ആ ഒരു സ്പൺ ഫിൽറ്ററിന്റെ രൂപം എങ്ങനെ ആയിട്ടുണ്ടാവും. ഇതിന്റെ മുകളിൽ ചെറുതായിട്ടൊരു കട്ടിങ് വന്നിട്ടുണ്ടാവും. ഇതേ ഫിൽറ്ററിനെ തന്നെ നമ്മൾ കഴുകി ഉപയോഗിക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിൽറ്റർ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വകുപ്പ് മന്ത്രിമാരെ പോലെയാണ്. സാധനം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല. അതുപോലെ തന്നെയാണ് ഈ ഫിൽറ്റർ അവിടെ ഉണ്ടാവും, പക്ഷേ ഇതിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കില്ല. അപ്പോൾ ഇതേ ഫിൽറ്റർ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് അഴുക്ക് പാസ് ചെയ്ത് അടുത്ത ഫിൽറ്ററിലേക്ക് കയറി അടുത്ത ഫിൽറ്ററിലേക്ക് പോയി അടിഞ്ഞുകൂടാറുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ആലത്തൂർ പോയ സമയത്ത് അവിടെ കുറച്ച് നാളായിട്ട് നമ്മുടെ ക്ലൈൻറ്റ് തന്നെയാണ്, കുറച്ച് 2-3 വർഷമായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. നമ്മൾ മെയിൻ്റനൻസിന് സർവീസിന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഫിൽറ്റർ മാറ്റിയിടുന്നുണ്ടെന്നാണ് പറയാറ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന സമയത്ത് 8 ഗ്ലാസ് വെള്ളം റിജക്റ്റ് വാട്ടർ ആയിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് അവർ ചെയ്തിരിക്കുന്നത്, ഈ ഒരു കമ്പനിയുടെ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഫ്രാഞ്ചൈസിയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് നമുക്ക് സാധനങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അതേ ഫിൽറ്ററിന് പകരം ഇവർ ആ ഒരു സൈസിന് കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വെള്ളം, അതായത് ആ സ്പൺ ഫിൽറ്ററും അതിൻ്റെ കൂടെ തന്നെ ഒരു കാർബൺ ഫിൽറ്ററിൻ്റെയും കൂടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വെള്ളം ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ്, ഒരു സ്ക്വാഷ് കലക്കിയ രൂപത്തിലാണുള്ളത്. അപ്പോൾ ഇതിന്റെ കാര്യം ചോദിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ലാഭം നോക്കി ചെയ്തതാണ്, ചെറിയൊരു ലാഭത്തിന് വേണ്ടി. നിങ്ങളാണെങ്കിലും ചെറിയ ലാഭത്തിന് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ലേ എന്ന് എൻ്റെ അടുത്തൊരു റേസായ രീതിയിൽ സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കൂടുതൽ തർക്കിക്കാനും നിന്നില്ല, ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ വന്നു. ചെറിയ ലാഭം നോക്കാം, എങ്ങനെ നോക്കാം? നമ്മുടെ ചെയ്യുന്ന ബിസിനസ്സിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ ലാഭം നോക്കാം. അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഫാമിലി ആർക്കെങ്കിലും ഒരു അസുഖമായിട്ട് ഡോക്ടർക്ക് പോയി, അവർ പറഞ്ഞു ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണം, ഏകദേശം ഒരു 30,000 രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നേരെ ലാഭം നോക്കിയിട്ട് ഏതെങ്കിലും ബ്ലഡ് ബാങ്കിൽ പോയി ഒരു ബോട്ടിൽ ബ്ലഡ് വാങ്ങിച്ചിട്ട് വന്ന് ജപ്പാണിന്റെ കടയിൽ നിന്ന് ഒരു ബ്ലേഡും ഒരു ടങ്കീസും വാങ്ങിച്ചിട്ട് ഓപ്പറേഷൻ നിങ്ങൾ തന്നെ യൂട്യൂബ് നോക്കി ചെയ്യുമോ? നിങ്ങൾ ആരെയെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? സർവീസിന്റെ ടൈമായി എന്ന് പറഞ്ഞ് വിളിച്ചന്വേഷിക്കുന്ന ടെക്നീഷ്യനെയോ, അതോ നിങ്ങൾ കൊടുക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് വിശ്വസിച്ച് കുടിക്കുന്ന നിങ്ങളുടെ മക്കളെയോ? അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുക, കുടിക്കുന്ന വെള്ളം ശുദ്ധമാക്കി കുടിക്കുക. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ലൈഫ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.